നടൻ മുകേഷിൻ്റെ കഥ അറിയാമല്ലോ. എന്ത് പരിപാടി ആയിക്കോട്ടെ അതിലൊരു കഥയുണ്ടാകും. അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള അപാരമായ കഴിവുള്ളത് കൊണ്ട് കേൾക്കുന്നവർ അത് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ കഥ പറഞ്ഞ് MLA ആയത് മുകേഷ് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. നിയമസഭയിലും കഥ തന്നെയാണ് കഥ. ആദ്യത്തെ കഥയിലേക്ക് കടക്കാം. ഞാൻ പ്രമുഖ കാഥികനായ ശ്രീ വി സാംബശിവനെ ഇവിടെ ഓർത്തു പോകുന്നു. ആയിരങ്ങളെ ആകർഷിച്ച ചിന്തിപ്പിച്ച കഥ പറച്ചിലുകാരനായിരുന്നു. കഥാപ്രസംഗ കല ഇന്ന് അന്യം നിന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം പല കഥകളിലും ഉപകഥകൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു ഉപകഥയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നത്. ഒരു തുള്ളൽക്കാരൻ്റെ കഥയാണ്. ഓട്ടം തുള്ളലല്ല, ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകമായും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു തുള്ളൽ കഥാകാരൻ. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ കുറച്ച് അപസ്മാരം ബാധിച്ചതുപോലെ ദൈവ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പല കാര്യങ്ങളും പ്രവചിക്കുന്നു. ആൾക്കാരെല്ലാവരും ചുറ്റിനും കൂടിയതിന് ശേഷം ആദ്യത്തെ ഡയലോഗ്, ആരാന്നാ, മരിച്ചുപോയ അപ്പൂപ്പനാണോ അതോ കാവിലെ അമ്മയാണോ? അത് സ്ഥിരീകരിച്ചതിന് ശേഷം പിന്നീട് ക്യൂവിൽ നിന്ന് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എൻ്റെ കോഴി നഷ്ടപ്പെട്ടു, എൻ്റെ പശുവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഏത് ചോദ്യവും ചോദിക്കാം. ഒരു ചോദ്യത്തിന് 25 പൈസ. 25 പൈസ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുരോഗമനവാദിയായ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്ത് ചോദ്യവും ചോദിക്കാം ഉണ്ണി. തുള്ളൽക്കാരനെല്ലാം ഉണ്ണികളാണ്. പിന്നെ 25 പൈസ വെക്കുന്നു. പുരോഗമനവാദിയായ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരൻ നേതാവായ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ആരോ വെടിവെച്ചു കൊന്നു. ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഒന്ന് പറഞ്ഞാട്ടെ. തുള്ളൽക്കാരൻ ഞെട്ടുന്നു, ഇടം കണ്ണിട്ട് നോക്കിയിട്ട് പറയുന്നു, വലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് ഉണ്ണി. ചെറുപ്പക്കാരൻ വീണ്ടും പറയുന്നു, കുറച്ച് കാശ് കൂടെ തരാം, മാർട്ടിൻ ലൂതർ കിങ്ങിനെ കൊന്നത് ആരാണെന്ന് പറയാതെ ഞാൻ വിടില്ല. തുള്ളൽ അവിടെ അവസാനിക്കുന്നു. അതിനുശേഷം സാക്ഷാൽ സാംബശിവൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പറയുന്നു, ഈ തുള്ളൽ ജോലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ശ്രദ്ധയ്ക്ക്, മിനിമം SSLC എങ്കിലും പാസ്സായിരിക്കണം. സർ, ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതിനിധിയാണ് ആ തുള്ളക്കാരൻ. എന്നിട്ടും സാംബശിവന് ഇങ്ങനെ തുറന്നടിക്കാൻ കഴിഞ്ഞു. ഇന്നായിരുന്നെങ്കിലോ തുള്ളൽക്കാരനെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് കാഥികനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത്. നടൻ എന്നതിനപ്പുറം സിനിമാ നിർമ്മാതാവ് കൂടിയാണ് മുകേഷ്. കഥ പറയുമ്പോൾ തട്ടത്തിൻ മറയത്ത് തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുമുണ്ട് കഥകൾ. ആ കഥകൾക്കൊക്കെയാണെങ്കിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. പിന്നെ എല്ലാം കഴിയുമ്പോൾ സ്ഥിരം ബെഡായും കഥയിലുണ്ട്. സർ, ഞാൻ 2 മലയാള സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ്. ഞാനും ശ്രീനിവാസനും ചേർന്നാണ് നിർമ്മിച്ചത്. കഥ പറയുമ്പോൾ തട്ടത്തിൻ മറയത്ത്. കഥ പറയുമ്പോൾ എന്ന സിനിമ റിലീസിന് 2 ദിവസം മുമ്പ് TV-യിലൂടെ വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്ന സൂപ്പർ ഹിറ്റ് ഗാനം കാണിച്ചു. റിലീസിൻ്റെ തലേ ദിവസമായപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, ഈ പടം ഇറങ്ങില്ല, നേരെ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ എന്താണ്? ബാർബർമാരെ എല്ലാവരെയും ആക്ഷേപിക്കുന്ന ഒരു സിനിമയാണത്, ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാണ്, ഒരുപാട് കാശ് നമ്മൾ ഇറക്കിക്കഴിഞ്ഞു, നിങ്ങൾ സിനിമ കാണണം. ആദ്യമായിട്ട് സിനിമയുടെ ചരിത്രത്തെ ആദ്യമായിട്ട് ഒരു ബാർബർ മുഴുനീള ഒരു റോള് ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. മാത്രമല്ല നായികയായ മീനയാണ് ബാർബറുടെ ഭാര്യ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള റോളാണ്. നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷമേ ഒരു തീരുമാനമെടുക്കാവൂ എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം തീരുമാനം കോടതിയിലേക്ക് പോയില്ല. 2ാമത്തെ സിനിമ തട്ടത്തിൻ മറയത്ത് ഇതേപോലെ റിലീസിന്റെ തലേ ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. തട്ടം ഞങ്ങളുടെ മതത്തിന്റെ പദമാണ്, ഞങ്ങൾ കോടതിയിൽ കാണാം, ഈ പടം ഇറങ്ങില്ല, രക്തപ്പുഴയൊഴുകും. ഞാൻ പറഞ്ഞു, ആദ്യമായി സഹോദര, തട്ടം എന്ന് പറയുന്നത് ഒരു മലയാള പദമാണ്, ആരുടെയും മതത്തിന്റെ പദമല്ല. എന്ന് മാത്രമല്ല, ഹിന്ദുക്കളും തട്ടത്തിലാണ് പ്രസാദങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകുന്നത്. സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കുക. 2 പേരും കോടതിയിൽ പോയില്ല. അതിനർത്ഥം ഒരു പരിധിവരെ നല്ല കലാസൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഭീകരപ്രവർത്തനം കുറച്ച് കുറയ്ക്കാം എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ഒരു ഫോൺ കോൾ, ബഡായി ബംഗ്ലാവ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അഭിനന്ദനമായിരിക്കും. നന്ദി പറയാൻ വരട്ടെ. എന്താണ് നിങ്ങളുടെ ബഡായി ബംഗ്ലാവിൽ? മരക്കാത്തി എന്നൊക്കെ പറയുന്നു. ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അടുത്ത എപ്പിസോഡിൽ അതിന് മാപ്പ് പറഞ്ഞ് ഒരു സ്കിറ്റ് തയ്യാറാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജ്ഞാനപീഠം അവാർഡ് നേടിയ തകഴി ശിവശങ്കരപ്പിള്ളയും ഇതേപോലെ ചെമ്മീൻ എന്ന
അദ്ദേഹത്തിന്റെ നോവലിൽ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് അകത്താക്കാൻ പോകുന്നത്. അപ്പോൾ ജ്ഞാനപീഠവും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനം. അപ്പോൾ കഥകളുടെ ഗുണപാഠം മനസ്സിലായല്ലോ. ഇനി ഈ കഥകളുടെ ചുവട് പിടിച്ച് സഭയിൽ പല കഥകളും ഉടലെടുക്കും. കഥ പറയാൻ പോയിട്ട് സഭയിലൊരു കാര്യം പോലും അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത പാവ ജനപ്രതിനിധികൾക്കും മുകേഷിൻ്റെ കഥ ഒരു ഊർജ്ജമാവട്ടെ. ഇനി ഈ പറഞ്ഞ കഥകളിലെ ശരിയായ നായകന്മാർ മുകേഷിൻ്റെ കഥ കേട്ട് മനം നൊന്ത് വീണ്ടും കേസുമായി രംഗത്ത് വരാതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കെട്ടുകഥകളുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.